ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മൾ നന്നായിട്ട് പഴുത്ത 2 പഴവും അതേപോലെ തന്നെ കുറച്ച് റവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു കിട്ടിലെ സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പഴവും റവയും അതേപോലെ തന്നെ കുറച്ച് തേങ്ങയും പഞ്ചസാരയും ഏലക്കപ്പൊടി അത്രയൊക്കെ മതി നമ്മുടെ ഈ സ്നാക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവും, എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിൽ കയ്യെത്തും ദൂരത്തുള്ള സാധനങ്ങൾ കൊണ്ട് ഒരു 10 മിനിറ്റുള്ള റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. നമ്മുടെ ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് പഴുത്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കളയാതെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല മധുരവും അതേപോലെ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. ഇത് മാത്രമല്ല, നമ്മൾ ഏത്തപ്പഴം കൊണ്ടുള്ള വേറെയും ഒരുപാട് സ്നാക്സ് റെസിപ്പീസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ എങ്ങനെ നമ്മുടെ റെസിപ്പി ചെയ്യുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സ് റെഡിയാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഏത്തപ്പഴം തന്നെയാണ്. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത തൊലിയൊക്കെ കറുത്തു പോയ 2 ഏത്തപ്പഴം ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മീഡിയം സൈസുള്ള 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. തീരെ ചെറുതുമല്ല എന്നാൽ ഒരുപാട് വലുതുമല്ല. അതാ ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തും കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഏത്തപ്പഴം കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പ്ലേറ്റിന് നിറച്ച് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള ചേരുവകളാണ് ബാക്കിയുള്ളതൊക്കെയും ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് നെയ്യ് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിനുശേഷം നമ്മുടെ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പഴവും കൂടി നമ്മുടെ ഈ നെയ്യിലിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയോ അതേപോലെ തന്നെ മറ്റു ഓയിൽ ചേർക്കുന്നതിനേക്കാളും നല്ലത്, നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇതേപോലെ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും കേട്ടോ. അങ്ങനെ നെയ്യൊക്കെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് ചൂടായി ഉരുകി വന്നപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലതുപോലെ തന്നെ ഒട്ടും കരിഞ്ഞു പോകാതെ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, നമ്മുടെ ഏത്തപ്പഴമൊക്കെ ആണെങ്കിലും നല്ലതുപോലെ തന്നെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ആ നെയ്യ് കിടന്നുകൊണ്ട്. അപ്പോൾ ആ പഴത്തിൻ്റെ ആണെങ്കിലും പച്ചച്ചവയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മധുരത്തിനായിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഴത്തിനാണെങ്കിലും അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ പഴത്തിന് ഒരുപാടങ്ങ് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ എടുക്കാം. അത്രയും തന്നെ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ തന്നെ തേങ്ങ ചിരകിയതും കൂടെ തന്നെ ടേസ്റ്റിന് വേണ്ടി കുറച്ച് കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ തേങ്ങയുടെ ആണെങ്കിലും പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരണം. അതേപോലെ തന്നെ കാഷ്നട്ടൊക്കെ ആണെങ്കിലും നെയ്യ് കിടന്നുകൊണ്ട് പതുക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. കണ്ടത് ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. പഞ്ചസാര ആണെങ്കിലും നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/2 കപ്പ് റവ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ആദ്യമേ ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട, ഇതേപോലെ കുറച്ച് ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ബാക്കി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കണ്ടോ, മിക്സ് ആക്കിയപ്പോൾ കുറച്ചൊന്ന് കുഴമ്പ് പരുവത്തിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ കയ്യിലെടുത്ത് ഒന്ന് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള റവയും കൂടി ഞാനങ്ങ് ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ റവ എടുക്കുന്നത് ഇപ്പോൾ വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നന്നായിട്ട് മിക്സാക്കി വെച്ചിരിക്കുന്നതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി നല്ലതുപോലെ തന്നെ മിക്സാക്കി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ റവയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് നന്നായിട്ട് തന്നെ ഏറ്റവും കുറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിലൊന്നുമല്ല, ഏറ്റവും കുറച്ച് തന്നെ വെച്ചിട്ടാണ് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ശരിക്കും നമ്മുടെ റവയും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സാക്കി എടുക്കണം. കണ്ടോ, കയ്യിൽ കുറച്ചെടുത്ത് നോക്കുമ്പോൾ ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റാവുന്ന ആ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു 1/2 കപ്പ് റവ തന്നെ ധാരാളമായിരിക്കും. എന്ന് വെച്ചാൽ ഒരുപാട് കൂറയ്ക്കുകയും വേണ്ട കൂട്ടുകയും വേണ്ട. പഴത്തിൻ്റെ പഴുപ്പൊന്ന് നോക്കിയിട്ട് വേണം റവ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ വ്യത്യാസം വന്നാലും ഏകദേശം 1 ടീസ്പൂണിൻ്റെ അടുത്തൊക്കെ വ്യത്യാസം വരുള്ളൂ, ഒരുപാടൊന്നും വരില്ല. അങ്ങനെ നമ്മുടെ സ്നാക്സിൻ്റെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിൻ്റെ വലിയ തീ ചൂടൊന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇവിടെ വലിയ തീ ചൂടൊന്നും അറിയണ്ടേ എന്ന് കരുതി ഒരുപാട് അങ്ങ് തണുത്ത് പോയിട്ടില്ല. നമുക്ക് കയ്യിലെടുത്ത് ഉരുട്ടിയെടുക്കാൻ പറ്റാവുന്ന ആ ഒരു ചെറു ചൂട് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ കയ്യിൽ കുറച്ചെടുത്ത് ചെറിയ ചെറിയ ബോൾസായിട്ട് നമുക്കങ്ങ് ഉരുട്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഉരുട്ടുമ്പോൾ ഇങ്ങനെ പതുക്കെ ഒന്ന് ഉരുട്ടിയാൽ പോരാട്ടോ. നന്നായിട്ട് പ്രസ്സാക്കി തന്നെ എണ്ണയിലിട്ട് കഴിയുമ്പോൾ ഇങ്ങ് വിട്ടു പോരാത്ത രീതിയിൽ നന്നായിട്ട് മുറുക്കി വേണം ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ട്. ഇതേപോലെ നന്നായിട്ട് തന്നെ നമുക്കിവിടെ ഉരുട്ടിയെടുക്കാൻ പറ്റും. നമ്മൾ കയ്യിൽ എണ്ണയോ അതേപോലെ തന്നെ നെയ്യോ ഒന്നും തന്നെ പുരട്ടണ്ട. കാരണം ഈ പഴത്തിൻ്റെ മിക്സിനകത്ത് ഓൾറെഡി നെയ്യ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കില്ല കേട്ടോ.
അപ്പോൾ കണ്ടല്ലോ നമ്മുടെ മിക്സൊക്കെ ആണെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ എല്ലാ ബോൾസായിട്ട് നമുക്കൊന്ന് റെഡിയാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിങ്ങനെ വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് മുരിഞ്ഞ് നല്ലൊരു ടേസ്റ്റി തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ മിക്സൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ ബോൾസായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ മീഡിയം സൈസിൽ ഒരു 13 ബോൾസായിട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. കണ്ടോ, നല്ല എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം തന്നെയാണ്. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ എണ്ണയിലിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം. അതിന് ശേഷം വേണം ഏതൊരു സ്നാക്സ് ആണെന്നുണ്ടെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും ഗ്യാസ് ഫുൾ ഫ്ലെയിമിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇതേപോലെ ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് 2 വശം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കളറൊക്കെ മാറിക്കഴിയുമ്പോൾ ഇങ്ങ് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ പഴവും റവയും എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നതാണ്. ഇനി ജസ്റ്റ് ആ പുറം ഭാഗം മാത്രം ഒന്ന് മുരിച്ചെടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. കണ്ടത് പതുക്കെ കളറൊക്കെ ഒന്ന് മാറി ഒരു വശമൊക്കെ ആണെങ്കിലും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. 2 വശം കളറൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ ഇതേപോലെ ഇങ്ങ് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്നാക്സിൻ്റെ മിക്സൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നതാണ്. ഇനി ജസ്റ്റ് ആ പുറം ഭാഗം മാത്രം ഒന്ന് മുരിച്ചെടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങ് റെഡിയായിട്ട് വരും, ഒരുപാട് വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഒന്ന് നോക്കി നിന്ന് 2 വശം മുരിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ ഇങ്ങ് കോരിയെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്കങ്ങ് മാറ്റി കൊടുക്കാം. ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ എന്ന കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്ര എണ്ണയിൽ ഫ്രൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണയിൽ പതുക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, എണ്ണ കുറച്ചേ നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ. അപ്പോൾ ഇതേപോലെ പതുക്കെ മേൽഭാഗത്തേക്കും കൂടി എണ്ണയൊന്ന് കോരി ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ രണ്ടാമത്തെ ബാച്ചും നമ്മളിവിടെ റെഡിയാക്കി മാറ്റി കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏത്തപ്പഴവും റവയും തേങ്ങയും പഞ്ചസാരയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു കിട്ടിലെ സ്നാക്സ് തന്നെയാണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവും. കാരണം ഇതിനകത്ത് വേറെ പൊടികളോ മസാലയോ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. മിക്സ് റെഡിയാക്കി എടുക്കാനാണെന്നുണ്ടെങ്കിലും നല്ല എളുപ്പമാണ്. അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനാണെങ്കിലും അതിലും എളുപ്പമാണ്. അപ്പോൾ എണ്ണയൊക്കെ പോകാനായിട്ട് ഇതേപോലെ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി കൊടുത്ത് എണ്ണയൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി നമുക്കങ്ങ് സെർവ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, നല്ല എളുപ്പത്തിൽ നല്ല സൂപ്പർ ടേസ്റ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി പലഹാരം തന്നെയാണ്. എല്ലാവരും മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ പുറംഭാഗമൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല പോലെ തന്നെ സോഫ്റ്റായിട്ട് നല്ല മധുരത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൊണ്ട് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള നല്ല അടിപൊളി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അത് എല്ലാവരും നമ്മുടെ റെസിപ്പി കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ടിരിക്കുക. ബൈ.